ഇന്നത്തെ മീഡിയ വൺ പുറത്തുവിട്ട വളരെ സുപ്രധാനമായൊരു വാർത്തയുണ്ട്. ADGP അജിത് കുമാറിനെ DGP ആയി പ്രൊമോഷൻ നൽകാനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ADGP അജിത് കുമാർ ഈ വർഷം എത്ര രൂക്ഷമായ വിവാദങ്ങളിലാണ് പെട്ടത്. പ്രധാനമായും PV അൻവർ MLA ഉന്നയിച്ച അതിഗുരുതരമായ ചില ആരോപണങ്ങളിൽ അദ്ദേഹം അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൂടാതെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടും RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടും വ്യത്യസ്ത തലങ്ങളിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ DGP ആയി പ്രൊമോട്ട് ചെയ്യാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ തുടങ്ങിയത്. അങ്ങനെ നടക്കുന്ന ഈ പ്രക്രിയയിൽ അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി ഹരി മോഹൻ തിരുവനന്തപുരം. ആദ്യം ഹരിയിലേക്ക് പോകാം. ഹരി, എന്താണ് ഈ നടക്കുന്നത്? PV അൻവർ MLAയുടെ ആരോപണങ്ങളും പരാതികളും ഉയർന്നു വന്ന സാഹചര്യം മുതൽക്ക് തന്നെ, അല്ലെങ്കിൽ അത്തരം ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ADGP MR അജിത് കുമാറിന് കരുതലും കൈത്താങ്ങും നൽകുക എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നയം എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ കാലയളവ് അത്രയും വലിയ നടപടികളൊന്നും നേരിടേണ്ടി വരാത്തതും. അതായത് ഒരു സ്ഥാനമാറ്റത്തിന് അപ്പുറത്തേക്ക് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരികയോ അല്ലെങ്കിൽ കേസെടുക്കുന്ന അടക്കമുള്ള കടുത്ത നടപടികൾ നേരിടേണ്ടി വരികയോ ചെയ്യാൻ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ഇപ്പോഴും ബറ്റാലിയൻ ADGP സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നതും. സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ വേണമെന്നുള്ള മുറവിളികൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നപ്പോഴും സർക്കാർ ഒരു സ്ഥാനമാറ്റത്തിൽ ഒതുക്കുകയായിരുന്നു. അതും എന്തിനാണ് സ്ഥാനമാറ്റം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ പരാമർശിക്കാതെയുള്ള ഒരു ഉത്തരവാണ് അന്ന് സർക്കാർ പുറത്തിറക്കിയത്. എല്ലാത്തരം അന്വേഷണങ്ങളിലും കേസെടുക്കാതെയുള്ള നടപടികൾ മാത്രമാണ് മുന്നോട്ട് പോയത്. പ്രാഥമിക അന്വേഷണമെങ്കിൽ അങ്ങനെ, ഉന്നതതല അന്വേഷണമെങ്കിൽ അങ്ങനെ, ഒന്നിലും കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നിലവിൽ ADGP MR അജിത് കുമാറിനെ DGP റാങ്കിലേക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം IP സ്ക്രീനിംഗ് കമ്മിറ്റി എടുക്കുമ്പോൾ അതിൽ സർക്കാരിന്റെ നയം വളരെ കൃത്യമാവുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും വിജിലൻസ് ഡയറക്ടറും ആഭ്യന്തര സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടവരാണ്. അവരാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അത് സർക്കാരിന്റെ തീരുമാനമാണ്. സംസ്ഥാന സർക്കാരാണ് ആ പേര്, ADGP MR അജിത് കുമാറിന്റെ പേര് കേന്ദ്രത്തിന്റെ ഭാഗമായുള്ള UPSCയിലേക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു നടപടിയിലേക്ക്, നയത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നത്? സർക്കാരിന് അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. നിലവിൽ അജിത് കുമാറിനെതിരെയുള്ള ഒരു കേസുകളും അദ്ദേഹത്തിന് DGP റാങ്ക് പട്ടികയിലേക്ക് വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ തടസ്സമാകാനുള്ള ഒരു തരത്തിലുള്ള ഒരു കാരണവുമല്ല എന്നുള്ളതാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അജിത് കുമാറിനെതിരെ നിരവധിയായിട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൽ PV അൻവർ MLA നൽകിയിട്ടുള്ള പരാതികളിൽ നടക്കുന്ന അന്വേഷണം അടക്കമുണ്ട്. ആ അന്വേഷണങ്ങളിൽ ഒന്നും തന്നെ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ കേസെടുത്തൊരു അന്വേഷണം നടക്കുകയോ അല്ലെങ്കിൽ അതിൽ കുറ്റപത്രം സമർപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അജിത് കുമാറിന് അനുഗ്രഹമായി മാറുന്നത്. മാത്രമല്ല സസ്പെൻഷൻ നടപടി നേരിടാത്തത് കൊണ്ട് തന്നെ തന്റെ സർവീസിൽ അല്ലെങ്കിൽ സർവീസ് ബുക്കിൽ ഒരു ബ്ലാക്ക് മാർക്ക് അജിത് കുമാറിന് നേരിടേണ്ടി വന്നിട്ടില്ല. നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾ എന്ന് പറയുന്നത് പൂരം കലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ത്രിതല അന്വേഷണമാണ്. അതിൽ സംസ്ഥാന പോലീസ് മേധാവി ഒരു അന്വേഷണം നടത്തുന്നുണ്ട്, ക്രമസമാധാന ചുമതലയുള്ള ADGP അന്വേഷണം നടത്തുന്നുണ്ട്, ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിയും അന്വേഷണം നടത്തുന്നുണ്ട്. ഇതൊക്കെയും കേസെടുക്കാത്ത നടക്കുന്ന അന്വേഷണമാണ്. അതിനാകട്ടെ ഒരു സമയപരിധി നൽകിയിട്ടുമില്ല. എപ്പോൾ വേണമെങ്കിലും അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാം എന്നുള്ള നിലയ്ക്കാണ് സർക്കാർ അതിനെ കാണുന്നത്. കൂടാതെ അൻവർ ഉന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങളും പരാതികളും ഒക്കെയുണ്ട്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനധികൃത സ്വത്ത് സമ്പാദനവും കൈക്കൂലി വാങ്ങലും സ്വർണത്തിൽ കൃത്രിമം കാണിക്കലും അടക്കമുള്ള പരാതികൾ വിജിലൻസ് അന്വേഷണമാണ് നടക്കുന്നത്. ആ വിജിലൻസ് അന്വേഷണത്തിനാകട്ടെ 6 മാസം സമയമാണ് കൊടുത്തത്. അതായത് പ്രാഥമിക അന്വേഷണമാണ് നടത്താൻ ഉത്തരവിട്ടത്. അപ്പൊ ആ പ്രാഥമിക അന്വേഷണത്തിന് 2 മാസമാണ് നിയമപരമായുള്ള സമയം. പക്ഷേ സംസ്ഥാന സർക്കാർ വിജിലൻസിന് നൽകിയിരിക്കുന്നത് 6 മാസത്തെ സമയപരിധിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും 3-4 മാസത്തോളം അന്വേഷണം നീളാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനിടയ്ക്ക് വിജിലൻസ് കോടതി ഒരു ഇടക്കാല റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വിജിലൻസ് അത് വീണ്ടും വൈകിപ്പിക്കുകയാണ്. ഈ മാസം അവസാനത്തോടു കൂടി ഫയൽ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഡിസംബർ 10 സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്ന റിപ്പോർട്ടാണെന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം. അജിത് കുമാറിന് ഇത്തരത്തിൽ സംരക്ഷണം ഒരുക്കുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ സർവീസ് തന്നെയാണ്. ആ സർവീസിന്റെ മുന്നോട്ട് പോക്കിൽ ഒരു തരത്തിലുള്ള തടസ്സവും സൃഷ്ടിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. DGP റാങ്ക് പട്ടികയിലേക്ക് അജിത് കുമാർ വരുന്നതോടുകൂടി സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം കൂടിയാണ് മുന്നോട്ട് നീങ്ങുന്നതെന്ന് പറയേണ്ടി വരും. കാരണം ഇതിൽ രസകരമായ ചില കാര്യങ്ങളുണ്ട്. അതായത് അടുത്ത വർഷം, അതായത് 2025 ജനുവരിയിലാണ് ഇപ്പോൾ നിലവിൽ DGP റാങ്കിലുള്ള സഞ്ജീവ് കുമാർ പട്ജോഷി വിരമിക്കുന്നത്. ആ സഞ്ജീവ്
കുമാർ പട്ജോഷി വിരമിക്കുന്നതോടുകൂടി നിലവിൽ ക്രമസമാധാന ചുമതലയുള്ള മനോജ് എബ്രഹാം അവിടെ നിന്ന് DGP പട്ടികയിലേക്ക് മാറും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള സീനിയോറിറ്റിയും ഉണ്ട്. IP സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ തടസ്സങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയുമില്ല എന്നുള്ള കാര്യത്തിൽ കാര്യം വ്യക്തവുമാണ്. മാത്രമല്ല, ഏപ്രിൽ മാസമാകുന്നതോടുകൂടി ഫയർഫോഴ്സ് മേധാവിയായിട്ടുള്ള K പത്മകുമാർ വിരമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒഴിവിലേക്കാണ് MR അജിത് കുമാറിന്റെ പേര് പരിഗണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജൂലൈ മാസത്തോടുകൂടി അദ്ദേഹം DGP റാങ്ക് പട്ടികയിലേക്ക് വരും. ജൂലൈ മാസമാണ് ഇപ്പോൾ നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള ഷെയ്ഖ് ദർവേസ് സാഹിബ് വിരമിക്കുന്നത്. അങ്ങനെ ഷെയ്ഖ് ദർവേസ് സാഹിബ് വിരമിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന്, അതായത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് UPSCക്ക് 3 പേരുടെ ഒരു പട്ടിക നൽകും. 3 DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക നൽകും. ആ പട്ടികയിൽ വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടത്തിയായിരിക്കും അവിടെ നിന്ന് തിരിച്ചയക്കുക. സാധാരണഗതിയിൽ ഇവിടെ നിന്ന് അയക്കുന്ന പേരുകളൊന്നും തന്നെ തള്ളിക്കളയാനുള്ള സാധ്യത അവിടെ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം മുൻപ് ഉണ്ടായിട്ടുമില്ല. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള പേരുകൾ നിലവിലത്തെ DGP റാങ്ക് പട്ടികയിലുള്ള ജയിൽ മേധാവിയായിട്ടുള്ള ബൽറാം കുമാർ ഉപാധ്യായാണ് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ. രണ്ടാമത്തെ ആൾ മനോജ് എബ്രഹാം ആയിരിക്കും. അദ്ദേഹം ജനുവരിയിൽ DGP പട്ടികയിലേക്ക് വരും. മൂന്നാമത്തെ ആൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരിക അജിത് കുമാറിനായിരിക്കും. അജിത് കുമാറിനേക്കാൾ സ്വാഭാവികമായി മനോജ് എബ്രഹാമിനും ബൽറാം കുമാർ ഉപാധ്യായയ്ക്കും സീനിയോറിറ്റി ഉണ്ടെങ്കിൽ പോലും സീനിയോറിറ്റി മറികടന്ന് മുൻകാലങ്ങളിൽ 2 പേരെ സംസ്ഥാന പോലീസ് മേധാവി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ 3 പേരുടെ പട്ടികയിൽ അജിത് കുമാർ ഇടം പിടിക്കുന്നതോടുകൂടി വലിയൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് വരും. 30 വർഷത്തെ സർവീസും ഒപ്പം 6 മാസം ശേഷിക്കുന്ന സർവീസും ഉണ്ടെങ്കിൽ മാത്രമേ. അതായത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന് ഇഷ്ടക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കി നിയമിക്കുന്നതിന് മുമ്പുള്ള അണിയറ നാടകങ്ങൾ എന്നാണ് ഹരിമോഹൻ വിശദീകരിച്ചത്. ഇനി നമുക്ക് നോക്കാം, എന്താണ് ഈ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അജിത് കുമാറിന് മുമ്പിൽ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് ഈ പ്രൊമോഷൻ്റെ ഒരു നടപടിക്രമങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹത്തിൻ്റെ സർവീസ് റെക്കോർഡ് എന്നാണ് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത്. അദ്ദേഹം DGP ആവും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് വ്യക്തത വന്നിരിക്കുകയാണ്. അദ്ദേഹം DGP ആവും, കാരണം സംസ്ഥാന സ്ക്രീനിംഗ് കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ പേര് ശുപാർശ ചെയ്തു കഴിഞ്ഞു, പട്ടികയിൽ ഉൾപ്പെടുത്തി ശുപാർശ ചെയ്തു കഴിഞ്ഞു. പ്രൊമോഷൻ്റെ പ്രക്രിയകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നടക്കേണ്ടത് എന്തൊക്കെയാണ്? ഈ പട്ടിക കേന്ദ്രത്തിലേക്ക് സംസ്ഥാന സർക്കാർ വഴി കേന്ദ്രത്തിലേക്ക് അയക്കുകയാണ്. ആദ്യം ചെയ്യുക, ഇങ്ങനെയൊരു തസ്തിക വരാൻ പോകുന്നു എന്ന കാര്യം കേന്ദ്ര സർക്കാർ, IPS എല്ലാം കേന്ദ്ര സർക്കാരിന് കീഴിലായതുകൊണ്ട് അങ്ങനെ ഒരു തസ്തിക ഉണ്ട് എന്ന വിവരം കേന്ദ്രം നോട്ടിഫൈ ചെയ്യുകയാണ് ആദ്യം ചെയ്യുക. തുടർന്ന് ആ കേന്ദ്രം സംസ്ഥാനത്തിന് കൈമാറുന്നു. സംസ്ഥാനം ഒരു പട്ടിക തയ്യാറാക്കി അത് കേന്ദ്രത്തിന് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി ഉണ്ടാവും. ഇപ്പോൾ സംസ്ഥാനത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലുള്ളത് ചീഫ് സെക്രട്ടറി, അതുപോലെ DGP, ആഭ്യന്തര സെക്രട്ടറി, വിജിലൻസ് ഡയറക്ടർ എന്നിവരാണ്. ഇവരെന്താണ് ചെയ്യുക? യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ സർവീസ് ഹിസ്റ്ററി പരിശോധിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി പരിശോധിക്കുന്നു, ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള, ഇതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള ഒരു ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഉണ്ടാവും. ആ റിപ്പോർട്ട് വളരെ വളരെ പ്രധാനമാണ് ഈ പ്രൊമോഷൻ പ്രക്രിയയിൽ. കാരണം ഈ ഉദ്യോഗസ്ഥൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണ്, ഈ ഉദ്യോഗസ്ഥനുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്, ഇദ്ദേഹത്തെ ഒരു സംസ്ഥാന പോലീസ് മേധാവിയാക്കി മാറ്റിയാൽ അത് വേറെ അർത്ഥത്തിൽ ക്രമസമാധാന പാലനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ തിരിച്ചടിയാവുമോ? കാരണം ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിലാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ മറ്റു ബന്ധങ്ങൾ, ഈ ഉദ്യോഗസ്ഥൻ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിലാണുള്ളത്. അത് നൽകുന്നത് ഇന്റലിജൻസ് സംവിധാനമാണ്. അപ്പോൾ ഈ കമ്മിറ്റി ഇതെല്ലാം പരിശോധിച്ച്, ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരിശോധിച്ച് ഒരു മിനിറ്റ്സ് തയ്യാറാക്കുകയും ആ മിനിറ്റ്സിൽ ഈ കമ്മിറ്റി അംഗങ്ങളെല്ലാവരും ഒപ്പിട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അത് സംസ്ഥാന സർക്കാർ വഴി അത് കേന്ദ്രത്തിലേക്ക് പോവുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ ഈ മിനിറ്റ്സ് പരിശോധിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഈ പട്ടിക പരിശോധിച്ചതിന് ശേഷം ഈ പട്ടിക തിരിച്ച് സംസ്ഥാനത്തിന് സ്വാഭാവികമായി കൈമാറും. നേരത്തെ ഹരിമോഹൻ അത് വിശദീകരിച്ചു. അങ്ങനെ വരുന്നതോടുകൂടി ആ പ്രൊമോഷൻ പ്രാബല്യത്തിലാവുകയാണ് ചെയ്യുക. അപ്പോൾ ഇദ്ദേഹം DGP ആയി മാറും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ തീർച്ചയാണ്. അതർവൈസ് കേന്ദ്ര സർക്കാർ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞത് തടഞ്ഞില്ലെങ്കിൽ, അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. പൊതുവെ സംസ്ഥാന സർക്കാർ നൽകുന്ന പട്ടിക കേന്ദ്രം അംഗീകരിക്കുകയാണ് പതിവ്. ഇനി ഇദ്ദേഹത്തിൻ്റെ സർവീസ് ചരിത്രം പരിശോധിച്ചാൽ DGP അജിത് കുമാർ വളരെ പ്രമുഖനായൊരു IPS ഓഫീസറാണ് കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് തന്നെ വളരെ ശ്രദ്ധേയമായൊരു ട്രാക്ക് റെക്കോർഡാണ്, സർവീസ് ഹിസ്റ്ററിയാണ് അദ്ദേഹത്തിനുള്ളത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കുകയാണ് അദ്ദേഹം. കടൽക്കൊല കേസ് അന്വേഷിച്ച് ആ കടൽക്കൊല കേസിൽ പങ്കാളികളായ 2 ഇറ്റാലിയൻ നാവികരെ കപ്പലിലെത്തി കസ്റ്റഡിയിലെടുത്തോടെയാണ് അജിത് കുമാർ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിലേക്ക് വരുന്നത്. ആ കേസ് അന്വേഷണം വളരെ നിർണായകമായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഓരോ പടവുകൾ മുകളിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിന് ചില തിരിച്ചടികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറേ ആരോപണങ്ങൾ പുറത്തു വരികയാണ്. അദ്ദേഹം തിരുവനന്തപുരം കമ്മീഷണറായി ജോലി ചെയ്തു, തൃശ്ശൂർ റേഞ്ച് IG ആയിരുന്നു, ഉത്തരമേഖല IG ആയിരുന്നു, ഗതാഗത കമ്മീഷണറായി ഒക്കെ അദ്ദേഹം ജോലി ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഉയരുന്നത് അദ്ദേഹം വിജിലൻസ് മേധാവിയായിരിക്കുമ്പോഴാണ്. വിജിലൻസ് മേധാവിയായി അദ്ദേഹം നിയമിതനായി ഏതാണ്ട് ഒരു 6 മാസമേ അദ്ദേഹത്തിന് ആ സീറ്റിൽ ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. 6 മാസം 2 മാസം. അപ്പോൾ ആ വിജിലൻസ് മേധാവിയെ തൊട്ടുടനെ സ്വപ്ന സുരേഷ്
സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്താൻ പോകുന്നു എന്ന് മാധ്യമങ്ങളോട് പ്രഖ്യാപിക്കുന്ന തൊട്ടുടനെ തന്നെ സ്വപ്ന സുരേഷിന്റെ കൂട്ടാളിയായ അല്ലെങ്കിൽ സുഹൃത്തായ സരിത്തിനെ അവർ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് കാണാതായി എന്നൊരു ആക്ഷേപം സ്വപ്ന സുരേഷ് മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ പോലീസ് ഈ ആക്ഷേപത്തെ തുടർന്ന് സരിത്ത് എവിടെ പോയി എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയതെന്ന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പൊടുന്നനെ ഒരു വിവരം പുറത്തു വരുന്നു. ഈ സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത് വിജിലൻസിന് നിർദ്ദേശം നൽകിയത് വിജിലൻസ് മേധാവിയായ MR അജിത് കുമാറാണ് എന്ന വിവരം പുറത്തു വരുന്നു. ആ വിവരം പുറത്തു വരാനുള്ളൊരു കാരണം സ്വപ്ന സുരേഷ് നടത്താൻ പോകുന്ന വെളിപ്പെടുത്തലുകൾ തടയാൻ വേണ്ടി ഒരു മധ്യസ്ഥ ശ്രമത്തിന് ഒരു മാധ്യമ പ്രവർത്തകനെ നിയോഗിച്ചിരുന്നു. ആ മാധ്യമ പ്രവർത്തകൻ താൻ നിരന്തരം തൻ്റെ ഫോണിലേക്ക് MR അജിത് കുമാർ വിളിച്ചിരുന്നു എന്ന വിവരം തെളിവ് സഹിതം ആരോപിക്കുകയാണ്. അപ്പോൾ ആ ആരോപണം ഉണ്ടാവുന്നു. തൊട്ടുടനെ തന്നെ സരിത്തിനെ കാണാതാവുന്നു. സരിത്തിനെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ അത് വിജിലൻസ് ആണ് ചെയ്തത്. വിജിലൻസിന് ഇതിലെന്ത് കാര്യം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ അത് പോലീസാണ് ചെയ്യുക. വിജിലൻസ് ഉദ്യോഗസ്ഥർ ആരെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയോ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അസാധാരണമായി ഈ കേസിൽ എന്തിനെ MR അജിത് കുമാർ ഇടപെട്ടു? അദ്ദേഹത്തിൻ്റെ ഒരു അമിതാവേശത്തിൽ അദ്ദേഹം ചെയ്തതാണോ? അതല്ല ഇനി മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം വരുന്നത് തടയാൻ വേണ്ടി സരിത്തിനെ തട്ടിക്കൊണ്ടുപോയതാണോ? അത് ആ തീരുമാനം ആരാണ് എടുത്തത് എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ ഈ സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റി. വിജിലൻസ് മേധാവി സ്ഥാനത്ത് മാറ്റുക മാത്രമല്ല, അദ്ദേഹത്തെ പുതിയൊരു നിയമനം നൽകുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. എന്താണ്? ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന് ഒരു പുതിയ തസ്തിക സൃഷ്ടിച്ച് അതിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഒരു എക്സ്കേഡർ തസ്തിക. അതുവരെ സംസ്ഥാന പോലീസ് സേനയിൽ ഇല്ലാത്ത ഒരു തസ്തിക സംസ്ഥാന സർക്കാർ സൃഷ്ടിക്കുന്നു. അദ്ദേഹത്തെ അവിടെ നിയമിക്കുന്നു. ആ തസ്തികയുടെ പേരാണ് പൗരാവകാശ ചുമതലയുള്ള ADGP. പൗരാവകാശ ചുമതലയുള്ള ADGP എന്നൊരു തസ്തിക സംസ്ഥാന പോലീസിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നീട് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? തിരികെ ഈ തസ്തികയിൽ നിന്ന് അദ്ദേഹത്തെ തിരികെ ബറ്റാലിയൻ ADGP ആയി തിരികെ കൊണ്ടുവരുന്നു. വളരെ പെട്ടെന്ന് 2022 ആകുമ്പോഴേക്കും നമ്മൾ കാണുന്നത് അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള ADGP ആവുകയാണ്. അതുവരെ ഈ ADGP തസ്തിക എന്ന് പറഞ്ഞാൽ ഉത്തരമേഖല, ദക്ഷിണ മേഖല എന്നിങ്ങനെ 2 മേഖലകളായി സംസ്ഥാനത്ത് തിരിച്ച് അവിടെ ക്രമസമാധാന ചുമതലയുള്ള 2 ADGPമാരാണ് ഉണ്ടാവാറുള്ളത്. സംസ്ഥാന പോലീസ് സേനയിൽ ഘടനാപരമായ മാറ്റം കൊണ്ടുവന്നുകൊണ്ട് ഒരൊറ്റയാളിലേക്ക് ക്രമസമാധാന ചുമതല കൊണ്ടുവരുന്ന അജിത് കുമാർ വരുമ്പോഴാണ്, ഈ പൊസിഷനിൽ എത്തിയതിനു ശേഷമാണ് അജിത് കുമാറിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത്. ആ ആരോപണങ്ങൾ ഉയർന്ന മറ്റാരുമല്ല LDF MLA ആയിരുന്ന PV അൻവറാണ്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ അതീവ ഗുരുതര സ്വഭാവമുള്ളതാണ്. അദ്ദേഹം കേവലം ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ചില തെളിവുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം? അതായത് കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പൊട്ടിക്കുന്ന ഒരു സംഘമായി MR അജിത് കുമാറിന് കീഴിലുള്ള പോലീസ് സംവിധാനം മാറി എന്നാണ് PV അൻവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം. അദ്ദേഹം ചില കേസുകൾ കൃത്യമായി ചൂണ്ടിക്കാട്ടി. ചില ഇരകളെ അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവന്നു. ഇരകൾ എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്തുകാർ, സ്വർണം പൊട്ടിക്കപ്പെട്ടവർ, പിന്നീട് അവർക്കെതിരെ കേസ് വരുന്നു. പോലീസ് സ്വർണം പിടിക്കുന്ന രീതി, കസ്റ്റംസ് അല്ലാതെ പോലീസ് സ്വർണം പിടിക്കുന്ന ഈ പുതിയ രീതി സ്വർണം പൊട്ടിക്കലാണ് എന്നാണ് PV അൻവറിന്റെ ആരോപണം ഉണ്ടായിരുന്നത്. അൻവറിനെ തുടർന്ന് പിന്നീട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തുവിടുന്നു. മറ്റൊന്ന്, ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന PV അൻവറിന്റെ ആരോപണം. അപ്പോൾ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു IPS ഉദ്യോഗസ്ഥൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലാവുന്നു. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ സെപ്റ്റംബറിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പക്ഷേ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിന് 6 മാസത്തെ സമയമാണ് സെപ്റ്റംബറിൽ കൊടുത്തിട്ടുള്ളത്. സെപ്റ്റംബർ മുതൽ 6 മാസത്തിനുള്ളിൽ വിജിലൻസിന് ആ കേസന്വേഷണം പൂർത്തിയാക്കിയാൽ മതി. അത് അവിടെ കൊണ്ട് തീർന്നില്ല. കാരണം PV അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം, പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയാണ്. RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്നാണ് തൃശ്ശൂർ പൂരം മുടങ്ങിയത് എന്ന ആരോപണം കൂടി ഉയർന്നു വന്നതോടെ LDF ഘടകകക്ഷിയായ CPIയും ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന് ഒരു പ്രാഥമിക അന്വേഷണം ആദ്യം പ്രഖ്യാപിച്ചെങ്കിലും ആ DGP നൽകിയ റിപ്പോർട്ട് പ്രകാരം പുതിയ വിശദമായ അന്വേഷണത്തിന്, വ്യത്യസ്ത തലങ്ങളിലുള്ള വകുപ്പ് തല അന്വേഷണത്തിനും പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടും ദത്താത്രേയ ഹൊസബാലയെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഉത്തരവിറങ്ങി. പക്ഷേ ആ ഉത്തരവിനൊരു പ്രശ്നമുണ്ടായിരുന്നു. ആ ഉത്തരവിന് അന്വേഷണത്തിന് ഒരു കാലാവധി സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കാലാവധിയില്ല. എപ്പോഴെങ്കിലും അന്വേഷണം പൂർത്തിയാക്കിയാൽ മതി. ആ ഉത്തരവിൽ എവിടെയും കാലാവധിയെ പറ്റിയുള്ള സൂചനയില്ല. മറ്റൊരു കാര്യം, ആ അന്വേഷണത്തിൻ്റെ സ്വഭാവം എന്താണ്? ആ അന്വേഷണം എങ്ങനെ അന്വേഷിക്കണം? ADGP ചുമതലയുള്ള ഒരാൾക്കെതിരെ അതിന് തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ ആ അന്വേഷണത്തിൻ്റെ സാധുത എന്താണ് തുടങ്ങിയ
ചോദ്യങ്ങൾക്ക് ഇന്നേ വരെ സംസ്ഥാന സർക്കാർ മറുപടിയും നൽകിയിട്ടില്ല. എന്നിരിക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ DGP ആയി ഉയർത്താനും സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതലയിലേക്ക് വരാൻ പാകത്തിന് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ ആ പ്രൊമോഷൻ നടപടികൾ പൂർത്തിയാക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് വരുന്ന ജൂലൈയിൽ 2025 ജൂലൈയിൽ DGP ആയി അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിക്കും. പിന്നീട് നിലവിൽ DGP പട്ടികയിലുള്ള ഉദ്യോഗസ്ഥർ, അതിൽ ഒന്ന് പത്മകുമാർ, അദ്ദേഹം വിരമിക്കുകയാണ്. മനോജ് എബ്രഹാം ഇപ്പോൾ ADGP ആണ്, അദ്ദേഹം DGP സ്ഥാനത്തേക്ക് വരും. അപ്പോൾ 3 പേരുടെ പട്ടിക സംസ്ഥാന സർക്കാർ DGP സ്ഥാനത്തേക്ക് കൊടുക്കും. അതിലൊന്ന് മനോജ് എബ്രഹാം ആയിരിക്കും, മറ്റൊരാൾ ബൽറാം കുമാർ ഉപാധ്യായ ആയിരിക്കും, അതിൽ മൂന്നാമത്തെ ആൾ MR അജിത് കുമാർ ആയിരിക്കും. സീനിയോറിറ്റിയിൽ മനോജ് എബ്രഹാമും ബൽറാം കുമാർ ഉപാധ്യായ മുമ്പിലാണെങ്കിലും സീനിയോറിറ്റി കുറഞ്ഞ MR അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയായി മാറുമോ? മുൻപ് ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം TP സെൻകുമാർ സുപ്രീം കോടതി വരെ പോയി ഒരു കേസ് നടത്തി വീണ്ടും DGP സംസ്ഥാന പോലീസ് മേധാവിയായി മാറിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതും 1ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. അത് ആവർത്തിക്കുമോ, ഇനി അത്തരം തർക്കങ്ങളിലേക്ക് ഇനി പോകുമോ എന്നുള്ളത് നമുക്ക് ഇന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു കൈ കൊണ്ട് തലോടുന്ന, ഒരു കൈ കൊണ്ട് തഴുകുന്നു, മറു കൈ കൊണ്ട് തലോടുന്നു. തല്ലലും തലോടലുമല്ല, തഴുകലും തലോടലുമാണ് അജിത് കുമാറിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് എന്നുള്ളത് ഈ നടപടികളിൽ നിന്ന് വ്യക്തമാണ്.